നമസ്കാരം, ഞാൻ അഷ്റഫ്. സാഗ് ന്യൂസിന്റെ ബിസിനസ് പങ്ക്തിയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഹസീന കെമിക്കൽസിന്റെ MD ആയ ശ്രീ അബ്ദുൾ റഷീദിനെയാണ്. ഇന്നത്തെ കാലത്ത് ഉയർന്ന വിദ്യാഭ്യാസം ഒരു മാനദണ്ഡമായി കണക്കാക്കിയിരിക്കുന്ന സമയത്ത് തൊഴിൽ നേടാനും ബിസിനസ് ചെയ്യുന്നതിനും അതൊരു മാനദണ്ഡമല്ല എന്ന് തെളിയിച്ച് സ്വന്തം കഠിനാധ്വാനവും ആത്മവിശ്വാസവും കൊണ്ട് ബിസിനസ് വെട്ടിപ്പിടിച്ച മിസ്റ്റർ അബ്ദുൾ റഷീദിനെ നമുക്കിന്ന് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. ശ്രീ അബ്ദുൾ റഷീദ്, നമുക്ക് ഇന്ന് നിങ്ങളുടെ ബിസിനസിനെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്. എങ്ങനെയാണ് താങ്കൾ ആദ്യമായി ഈ മേഖലയിലേക്ക് എത്തിയത്? താങ്കളുടെ കുടുംബത്തിന്റെ ഒരു ലൈനേജിലാണോ അതോ സ്വന്തമായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്താണോ? എന്ന് തുടങ്ങി, ഏത് വർഷം തുടങ്ങി, ഇപ്പോൾ ബിസിനസിന്റെ ഏതൊരു സ്റ്റാറ്റസിലാണ് നിൽക്കുന്നത്, എത്രത്തോളം എംപ്ലോയീസ് നിങ്ങൾക്കുണ്ട്, അതിനെപ്പറ്റി ഒന്ന് ബ്രീഫായിട്ട് സംസാരിക്കുക. ഞാൻ ഇത് എന്തായാലും ഞങ്ങളുടെ ബിസിനസ് തുടങ്ങുന്നത് ഒരു ഫാമിലി ബിസിനസ്സാണ്. ഫാദർ തുടങ്ങിയ ബിസിനസ്സാണ്. ഉദ്ദേശം ഒരു 50 വർഷത്തോളം, 50 വർഷം കഴിഞ്ഞു. 50 വർഷത്തിന് മുകളിലായി. എൻ്റെ ഫാദറിൻ്റെ ഒരു 18-19 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്താണ്. ഇപ്പോൾ അതിന് 97 ഫാദർ മരിച്ചുപോയി. അതിനുശേഷം ഞാൻ 90 മുതൽ ഞാൻ ബിസിനസ്സിൽ കൂടെ ഉണ്ട്. എൻ്റെ ഫാമിലി ഫാദറിന്റെ കൂടെ ഉണ്ട്. ആദ്യമേ അച്ഛൻ്റെ കൂടെ ബിസിനസ്സിലുണ്ടായിരുന്നു. ബിസിനസിന്റെ ബാലപാഠങ്ങൾ അച്ഛൻ്റെ കൂടെയാണ് പഠിച്ചത്. ഒരു ഡോബി ബിസിനസ് ആയിരുന്നു ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ഡോബി ഡ്രൈക്ലീനിന്റെ കെമിക്കൽസ് ഒക്കെ വിൽക്കുന്ന ഒരു ഷോപ്പാണ് ചാല കമ്പോളത്തിലുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മുടെ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ, അതിൽ വരുന്നതിൻ്റെ തുടക്കം. അങ്ങനെ തുടങ്ങി നമ്മൾ അച്ഛൻ്റെ ആ കാലത്ത് തന്നെയാണ് ഈ സോപ്പ് നിർമ്മാണം തുടങ്ങി. ആദ്യമായിട്ട് സോപ്പ് നിർമ്മാണ കിറ്റ് ഉണ്ട്. ഒരു നിങ്ങൾ 90-കളിൽ തന്നെ സോപ്പിന്റെ 85 തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങളുടെ സ്ഥാപനം ഫേമസ് ആക്കി. ആ ഒരു നാനോ കിറ്റ് പോലെ അന്ന് ഉണ്ടാക്കിയെടുത്തത്. ഇത് തുടങ്ങിയത് അന്ന് തിരുവനന്തപുരത്ത് തന്നെയാണ്. തിരുവനന്തപുരത്ത് നിങ്ങൾക്ക് വേറെ കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് അപ്പോൾ നമ്മളാണ് ഈ സംവിധാനം കിറ്റ് ഇറക്കുന്നത്. 4 രൂപ 50 പൈസ സോപ്പ് ഉണ്ടാക്കുന്നതിനുള്ള ഒരു കിറ്റ്. 4 രൂപ 50 പൈസ, 7 രൂപ 50 പൈസ, 2 കിറ്റ്. എന്റെ ചെറുപ്രായത്തിലൊക്കെ ഇങ്ങനെ ഒരു കിറ്റ് ചാലിന്ന് വാങ്ങിച്ചിട്ട് ഞങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാണ് നമ്മുടെ ഒരു സ്ഥാപനത്തിന് നല്ല മൈലേജ് ഉണ്ടാക്കിയത്. ഭയങ്കരമായ പ്രൗഡുള്ള ഒരു ബിസിനസ് ആയിരുന്നു ആ സമയത്ത്. 10-60 പേര് അന്ന് ജോലി ചെയ്തിരുന്നു. ഞങ്ങളുടെ സ്ഥാപനം എന്ന് പറഞ്ഞാൽ 150 സ്ക്വയർ ഫീറ്റുള്ള ഒരു ചെറിയ സ്ഥാപനമാണ്. അപ്പം അതിന് വേറെ ഗോഡൗണിൽ വെച്ച് പണി ചെയ്ത് ഇവിടെ കൊണ്ടുവച്ച് വിൽക്കും. അപ്പോൾ അന്ന് തന്നെ 50-60 പേര് ആ സമയത്ത് പണിയെടുത്തിട്ടുണ്ടായിരുന്നു, ആ കിറ്റ് നിർമ്മാണത്തിന് വേണ്ടി മാത്രം. അത് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ബിസിനസ്സായി ഇരുന്നു ഒരു സമയത്ത്. അന്ന് പാം ഓയിലിന് 12 രൂപയും വെളിച്ചെണ്ണ വില കുറവ്, സോപ്പിൻ്റെ സാധനത്തിന് വില കുറവ്. അപ്പോൾ ആ ഒരു ട്രെൻഡാണ് ഡെവലപ്പായി വന്നു. പിന്നെ അതിനുശേഷം നമ്മൾ ആ ബിസിനസ്സിനെ തന്നെ കുറച്ചായിട്ട് ഡെവലപ്പ് ചെയ്തു. ആ ബിസിനസ്സിൻ്റെ അതിനനുബന്ധിച്ച് തന്നെ ഹൗസ് കീപ്പിംഗ് സെക്ഷൻ പോലെ ക്ലീനിങ്ങിൻ്റെ ഒരു ബിസിനസ്സായിട്ട് അതിനെ മാറ്റി. അത് കുറച്ച് ഡൗൺ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ക്ലീനിങ് പ്രോഡക്റ്റിലേക്ക് വന്നു. അങ്ങനെ അതിന് സ്റ്റോറേജും മറ്റുള്ള കാര്യങ്ങൾ ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്ക് വന്നു. ഇൻഡസ്ട്രിയൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ വേളിയിലോട്ട് കൊച്ചുവേളി വാടകയ്ക്ക് എടുത്തിരുന്നു. അപ്പോൾ അത് റെസിഡൻസ് ഏരിയ ആകുമ്പോൾ കുറേ ബുദ്ധിമുട്ട് വന്നു. ഡസ്റ്റും. അതേത് വർഷമായിരുന്നു? 2006 വേളിയിലോട്ട് വന്നു. അപ്പോൾ താങ്കളുടെ പിതാവ് ഉണ്ടായിരുന്നു? ഇല്ല. അപ്പം ആ ഷോപ്പ് ഇപ്പോഴും നടക്കുന്നുണ്ട്, ബ്രദർ നോക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇങ്ങോട്ട് പ്രൊഡക്ഷൻ ഫീൽഡ് ഞാൻ ഏറ്റെടുത്തു, ഇങ്ങോട്ട് വന്നതാണ്. അപ്പം അതിനുശേഷം നമ്മൾ തിരുവനന്തപുരത്ത് ഈ ഫീൽഡിൽ നല്ലൊരു 1ാം സ്ഥാനത്ത് നമ്മൾ നിൽക്കുന്നുണ്ട്. കറന്റ് നമ്മൾ ഈ തിരുവനന്തപുരം മേഖലയിൽ ഈ ഫീൽഡിൽ ഈ കെമിക്കൽ എന്താ പറയുക, ഒരു കെമിക്കൽ ഹബ്ബ് പോലെ നമുക്ക് എന്താണോ കസ്റ്റമർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് ചെയ്യണമെങ്കിൽ അതിന് ഒരു സംരംഭം തുടങ്ങാനുള്ള സംവിധാനം മുതൽ കസ്റ്റമൈസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള സംവിധാനം നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ തന്നെ ഞങ്ങൾക്ക് തന്നെ ഓൺ പ്രോഡക്റ്റുകൾ മാർക്കറ്റിലുണ്ട്. എല്ലാ ഹൈപ്പർ മാർക്കറ്റുകൾ നമ്മളെ ബ്രാൻഡ്. എന്തൊക്കെയാണ് മെയിൻ പ്രോഡക്ട്സ് ആയിട്ട് ഇപ്പോൾ ഉള്ളതെന്ന് പറയാമോ? ഞങ്ങൾ നിർമ്മിക്കുന്നത് വെച്ചാൽ എന്താ പറയുക, സ്റ്റാർ പ്ലസ് ഞങ്ങളുടെ ഒരു മോണോപ്പൊളി ഐറ്റമാണ്. സ്റ്റാർ പ്ലസ് എന്ന് പറയുന്ന ക്ലീനിങ് കോമ്പൗണ്ട് ഉണ്ട്. അതാണ് ഞങ്ങളുടെ കുറച്ചുകൂടെ ഇവിടെ തിരുവനന്തപുരത്ത് എല്ലാ മാളുകളിലും ലഭിക്കുന്ന ഒരു സാധനമാണ്. അപ്പം അത് ഒരു എന്താ പറയുക, ഒരു ഓർഗാനിക് ടൈപ്പാണ്. ഇപ്പോൾ ലോഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ എല്ലാവരും വാങ്ങി ഉപയോഗിക്കുന്ന ലോഷൻ എല്ലാം ലോഷൻ ആവില്ല.
ലോഷൻ എന്ന് പറഞ്ഞാൽ ഫ്ലോർ ക്ലീനിങ്ങിനുള്ളതാണ്. അത് തന്നെ, അത് മാരകമായ വിഷമുള്ള ലോഷനാണ് കൂടുതൽ മാർക്കറ്റിലുള്ളത്. ഓക്കെ. അതിന്റെ ബേസ് എന്താ പറയുക, നമ്മുടെ എൻഡോസൾഫാൻ പോലുള്ള ഹൈലി പോയിസണുള്ള കെമിക്കലാണ് കോമൺ. നമ്മൾ അതിന് ബദലായിട്ട് ഒരു കോൺസെൻട്രേറ്റ്, ഒരു സ്റ്റാർ പ്ലസ് ഒരു കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഓർഗാനിക് ടൈപ്പാണ്. 98% ഓർഗാനിക് ആണ്. ഓർഗാനിക് ആണ് കണ്ടന്റ് എല്ലാം ഓർഗാനിക് ടൈപ്പാണ്. ഒരു ഹെൽത്തിന് ഇഷ്യൂ ഇല്ലാത്തതും മാർക്കറ്റിലുള്ള മറ്റ് പ്രൊഡക്ട്സുകൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സെയിലും ഉണ്ട്. ആ സാധനം ഉപയോഗിക്കുന്ന കസ്റ്റമർക്ക് സ്ഥിരമായി നമ്മൾ ഓർഗാനിക് പ്രോഡക്ട്സ് ആണ്. പിന്നെ അത് നമ്മുടെ കൂടുതലും ഉപയോഗിക്കുന്നത് ഈ വീട്ടമ്മമാരാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. കിച്ചൺ വാഷ് ചെയ്യാനും, പിന്നെ അതുപോലെ തന്നെ മീറ്റ് ഷോപ്പ്, ഫിഷ് ഷോപ്പ്, പെറ്റ് കൂട്, ഹോസ്പിറ്റൽസ്, ഹോസ്പിറ്റലുണ്ട്. പിന്നെ ഈ ഡോഗ് വളർത്തുന്നവർക്ക് കൂട് വൃത്തിയാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് ആണ് സ്റ്റാർ പ്ലസ് ആണ്. സ്റ്റാർ പ്ലസ് എന്നാണ് എന്റെ ബ്രാൻഡ് നെയിം വരുന്നത്. അതെല്ലാം ബാക്കി എല്ലാ മാളുകളും സൂപ്പർ മാർക്കറ്റിലും മാർജിൻ ഫ്രീയിലും മറ്റുള്ള എല്ലാ കൗണ്ടറിലും അവൈലബിൾ. അതുകൂടാതെ ഇതിൽ ഇപ്പം നിങ്ങളുടെ മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് ഉള്ളതിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് ടേൺ ഓവർ നടക്കുന്നത് ഏതാണ്? നിങ്ങളുടെ ഒരു സ്റ്റാർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബ്രാൻഡ് സ്റ്റാർ പ്ലസ് തന്നെയാണ് നമുക്ക് ഒന്നാം സ്ഥാനത്തുള്ളത്. അതുകൂടാതെ പിന്നെ സോപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഒരു ആയുർവേദ സോപ്പ് നമുക്കുണ്ട്, ഗ്രീൻ ഫ്രഷ് എന്നും പറഞ്ഞിട്ട് ഒരു സോപ്പ് ചെയ്യുന്നുണ്ട്. അത് എന്താ പറയാ, ഒരു മറൂട്ടി ഓയിൽ വെച്ച് ചെയ്യുന്നതാണ്. വെളിച്ചെണ്ണ മറൂട്ടി ഓയിൽ. എന്താണ് അതിന്റെ ഒരു പ്രത്യേകത? അത് മുമ്പ് കാലഘട്ടങ്ങളിലൊക്കെ ഇതിന് വേണ്ടി സോറിയാസിസ്, ലിപ്രസി ഇങ്ങനെയുള്ള ആളുകൾക്ക് ഉപയോഗിക്കുന്ന ഒരു മെഡിസിനാണ് മറൂട്ടി ഓയിൽ. നമ്മളെ പഴയ അമ്മമാർക്ക് അറിയാൻ പറ്റും ആ മറൂട്ടി ഓയിലിന്റെ ഗുണം. അത് നല്ല ഒരു സ്കിൻ ഡിസീസ് ഉള്ളവർക്കൊക്കെ അത് നല്ല ഒരു അത് ഈ സോപ്പിൽ ആഡ് ചെയ്തിട്ട് ഞങ്ങൾ കുറെ കസ്റ്റമർ നമുക്കുണ്ട്, അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കസ്റ്റമർ ഉണ്ട്. പിന്നെ ഞങ്ങള് ഇങ്ങനത്തെ ഒരു സ്പെഷ്യൽ പ്രോഡക്റ്റ് ആഡ് ചെയ്യുമ്പോഴത്തേനും അതിൽ വില കൂടുതലോ? വില ഉണ്ട്. അതിന് ഒരു 40 രൂപയാണ് മാർക്കറ്റ് വാല്യൂ ഉള്ളത്. 40 രൂപയാണ് എന്റെ MRP പ്രൈസ് വരുന്നത്. പിന്നെ അതുപോലെ നമ്മുടെ ബ്യൂട്ടി സോപ്പും ചെയ്യുന്നുണ്ട്. അസി ഗ്ലോ ഫ്രഷ് എന്നും പറഞ്ഞിട്ട് TFM 78 ഉള്ള ഒരു ബ്യൂട്ടി സോപ്പ് ചെയ്യുന്നുണ്ട്. 78 ആണ് എന്റെ ലാമർ റിപ്പോർട്ട്. നമ്മൾ അതിൽ 76 അടിച്ചിട്ടുണ്ട്. എക്സ്പോർട്ട് ക്വാളിറ്റിയാണ് അത്. അപ്പൊ താങ്കൾ ഈ പ്രോഡക്ട്സ് എക്സ്പോർട്ട് കൂടി ചെയ്യുന്നുണ്ടോ? അതെ, എക്സ്പോർട്ട് നമ്മൾ ഒന്ന് പോയിട്ടുണ്ട്, ഒരു കണ്ടെയ്നർ പോയിട്ടുണ്ട്. ഏത് രാജ്യത്തോട്ടാണ് എക്സ്പോർട്ട്? ദുബൈക്കാണ് പോയത്. ദുബൈക്ക് പോയിട്ടുണ്ട്. ഇപ്പൊ അടുത്ത് നമ്മള് വേറൊരു ഓർഡർ വന്നിട്ടുണ്ട്, മലേഷ്യക്ക് ഓർഡർ ആയിട്ടുണ്ട്. അത് അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. അപ്പം ഒരു ഗ്ലോബൽ ലെവലിൽ നമ്മളെ കമ്പനി കൊണ്ടുവരിക. എക്സ്പോർട്ട് ചെയ്യുന്നതിന് സ്പെഷ്യൽ സർട്ടിഫിക്കേഷൻ അങ്ങനെ അതൊക്കെ നമ്മള് ക്വാളിറ്റി ചെക്ക്, പ്രോഡക്റ്റ് സാമ്പിൾ പോയിട്ടുണ്ട് അവിടെ. അവര് ചെക്ക്, അവരുടെ ലാബ് റിപ്പോർട്ട് അവർ പാസ്സാക്കി. നമ്മൾ എവിടെയാണോ അയക്കുന്നത് അവരുടെ മുനിസിപ്പാലിറ്റിക്ക് നമ്മുടെ ഇതിന്റെ സാമ്പിൾ അവർക്ക് അയച്ചു കൊടുത്ത് ലാബ് റിപ്പോർട്ടും കൊടുത്ത് അത് പാസ്സാക്കി മാത്രമേ പെർമിഷൻ ഇറക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതൊക്കെ ആയിക്കഴിഞ്ഞു, ആ പേപ്പർ വർക്ക് എല്ലാം കഴിഞ്ഞു. അപ്പൊ ഈ റംസാൻ ആയതുകൊണ്ട് ഈ മാസം നമ്മള് അടുത്ത മാസം എന്റെ സ്റ്റാർട്ടപ്പ് എന്ന നിലയിൽ വീണ്ടും എക്സ്പോർട്ട് മാർക്കറ്റ് നന്നായിട്ട് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം കൂടുതൽ നോക്കാൻ ഫ്യൂച്ചറിൽ ഇനി അത് തന്നെയൊക്കെയാണ് ബിസിനസ്. ഈ എക്സ്പോർട്ട് കൂടാതെ വേറെ എന്തൊക്കെയാണ് പുതിയ പ്രോഡക്ട്സ് ആഡ് ചെയ്യാനും എങ്ങനെയാണ് അത്തരം പ്ലാൻസ് ഒക്കെ? നമ്മുടെ ഒരുപാട് പ്രോഡക്റ്റ് ഇപ്പൊ തന്നെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ഒരു എന്താ പറയാ, ഒരു 5 ലിറ്ററിന്റെ ലിക്വിഡ് ഡിറ്റർജന്റ് 299 എന്ന് പറഞ്ഞിട്ടൊരു ഓഫർ പാക്ക് ഇറക്കി. 299 അതിന്റെ വിലയാണ്. 299 രൂപയ്ക്ക് 5 ലിറ്റർ കൊടുക്കാന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. അപ്പൊ അങ്ങനെ ഒരു എന്ത് പ്രോഡക്റ്റ് ആണത്? വാഷിംഗ് മെഷീനിൽ ഉപയോഗിക്കുന്ന ലിക്വിഡാണ്. വാഷിംഗ് ഡിറ്റർജന്റ് ലിക്വിഡാണ്. അപ്പൊ അത് മാർക്കറ്റിൽ ഇപ്പം സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വേറൊരു പ്രോജക്റ്റ് ഇനി നമ്മള് ലേബിളിംഗ് ആണ്. ജോബ് വർക്കിൽ ഞങ്ങൾ താല്പര്യം പ്രകടിപ്പിക്കുന്നു. അടുത്ത പ്രോജക്റ്റ് അതാണ്. നമ്മൾ പല കമ്പനികളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ബ്രാൻഡിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അതൊരു നല്ലൊരു ടീമാണ്. ഇപ്പം ഒരു ഗ്രൂപ്പിന് ഒരു 10-25 സൂപ്പർ മാർക്കറ്റ് ഉണ്ടാവും. അവർക്ക് അവരുടെ ബ്രാൻഡിൽ വിൽക്കാൻ പറ്റും. ചെയിൻ ഓഫ് സൂപ്പർ മാർക്കറ്റ് നമ്മളൊരു ടൈപ്പിലേക്ക് പോകാനുള്ള പരിപാടി ഉണ്ട്. അപ്പൊ അവർക്ക് അവർ പറയുന്ന പ്രൈസിലും അവരോട് ഡിസ്കഷൻ ചെയ്ത് അവർക്ക് എന്താണോ വേണ്ടത് ആ പ്രോഡക്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് അവർക്ക് ചെയ്ത് കൊടുക്കാൻ പോകും. ഇതിന്റെ സെയിൽ മൊത്തത്തിൽ ഇവിടെ നിന്നാണോ? നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഔട്ട്ലെറ്റ്സ് ഉണ്ടോ? അല്ല, നമ്മൾ ഫാക്ടറി ഔട്ട്ലെറ്റ് നമുക്ക് ഇവിടെ ഒരു കൗണ്ടർ ഉണ്ട്. നമ്മുടെ ഇവിടെ ഉണ്ട്. നമ്മളത് ഒരു ഫാക്ടറി വിലക്കാണ് ഇവിടെ വിൽക്കുന്നത്. നമ്മുടെ വരുന്ന കസ്റ്റമർക്ക് മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാളും ചീപ്പർ പ്രൈസിലായിരിക്കും. നമ്മുടെ കസ്റ്റമർ ഇവിടെ വരുന്ന ഹാപ്പിയാണ്. അപ്പൊ അവർക്ക് നല്ല രീതിയിൽ പർച്ചേസ് ചെയ്ത് പോകാൻ പറ്റും. ഒരുപാട് കസ്റ്റമർ ഇവിടെ വരാറുണ്ട്. നിങ്ങൾ ഇവിടെ നിർമ്മിക്കുന്ന എല്ലാ പ്രോഡക്റ്റും എല്ലാ പ്രോഡക്റ്റും നമ്മുടെ ഔട്ട്ലെറ്റ് ഉണ്ട്. അവിടെ വന്ന് വാങ്ങാൻ പറ്റും. ഇവിടെ ഞങ്ങൾ എന്ത് നിർമ്മിക്കുന്നോ അതെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്.
ഓക്കെ. അപ്പൊ അങ്ങനെ വരുന്ന കസ്റ്റമർക്ക് ഇവിടെ വന്ന് ഹാപ്പി ആയിട്ട് വാങ്ങി പോവാം. നല്ല വിലയ്ക്ക് നല്ല റേസിനൊക്കെ കിട്ടും. ഇപ്പം പ്രൊഡക്ഷനിലൊക്കെ നിങ്ങളുടെ ഫാക്ടറിയിലൊക്കെ ഇമ്പോർട്ടഡ് മെഷീനറി ഒക്കെ ആണോ അതോ? എല്ലാത്തിനും മെഷീൻ വേണമല്ലോ, മെഷീൻ ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല. ഈ ഇത്രയും ക്വാണ്ടിറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ മെഷീൻ ഇല്ലാതെ പറ്റില്ല, മാനുവലായിട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമുക്ക് തൊഴിൽ കൊടുക്കുന്ന എത്രത്തോളം എംപ്ലോയീസ് നമുക്ക് ഇവിടെ ഉണ്ട്? നമുക്കിപ്പോ 32-33 ജോലിക്കാർ ഇവിടെ ജോലി ചെയ്യുന്നു. വേറെ എന്തെങ്കിലും ഒരു ഫ്രാഞ്ചൈസി പോലെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല, നമുക്കൊരു ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞാൽ ഒരു ചെറുകിട സംരംഭം ഒരാൾക്ക് തുടങ്ങണമെങ്കിൽ ഔട്ട്ലെറ്റ് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഹൈജീൻ പ്രോഡക്റ്റുള്ള ഔട്ട്ലെറ്റ് ആണെങ്കിൽ നമ്മൾ അതിന് ചെയ്തു കൊടുക്കുന്ന സംവിധാനമുണ്ട്. അവർക്ക് വേണ്ട എല്ലാ വേണ്ട പ്രോഡക്റ്റും പ്രോഡക്റ്റ് ഒരു കട ഉണ്ടെങ്കിൽ ഒരു കോമ്പറ്റീറ്റീവ് റേറ്റിൽ കൊടുക്കാൻ സ്ക്വയർ ഫീറ്റിനകത്ത് ഒരു ഏരിയക്ക് അവർ ഉണ്ടെങ്കിൽ നമ്മളെ പ്രോഡക്റ്റ് വെച്ചുകൊണ്ട് അവർക്ക് സുഖമായിട്ട് ജീവിക്കും. ഓക്കെ. അത് അടുത്ത ഞങ്ങളുടെ പ്രോജക്റ്റാണ്. നമ്മുടെ പ്രോഡക്റ്റുകൾ ഒരു ഔട്ട്ലെറ്റ് മാതിരി, ചെറിയൊരു ഔട്ട്ലെറ്റ് മാതിരി ഓരോ ടൗണിലും നമ്മുടെ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ട്രിവാൻഡ്രത്തിന്റെ സിറ്റിയുടെ ഓൾ കേരള ലെവലിൽ ചെയ്യാനായിട്ട് പ്ലാൻ. അതാണ് അടുത്ത ഫ്യൂച്ചർ പ്ലാൻസ്, എക്സ്പാൻഷനിൽ. നമ്മളെ ബ്രാൻഡ് പ്രോഡക്റ്റ് ബ്രാൻഡിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനുള്ള. ഇതിലിപ്പോ ഈ ബിസിനസ്സിൽ താങ്കളുടെ ഫാമിലി മെമ്പേഴ്സ്, വൈഫ്, കുട്ടികൾ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഇതിൽ ഇൻവോൾവ് ആണോ ഡേ ടു ഡേ ബിസിനസ്സിൽ? ഇപ്പൊ മോന് എന്റെ കൂടെ സപ്പോർട്ടറായിട്ട് വരുന്നുണ്ട്. തുടങ്ങുന്നു. ഇപ്പം ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങിയിട്ടേ ഉള്ളൂ. പുള്ളി ഇപ്പം ഇറങ്ങി മാർക്കറ്റിങ്ങിന് വരാനുള്ള തയ്യാറെടുപ്പിലാണ്. ഓക്കെ. അപ്പം വൈഫ് കൂടെ സപ്പോർട്ടിങ് ആണ്. ബാക്കി ബാക്ക് സപ്പോർട്ടൊക്കെ ഉണ്ട്, വൈഫിന്റെ സപ്പോർട്ടുണ്ട്. അതായത് ഈ എന്താ പറയുക, ഡിസൈനിങ് കാര്യങ്ങളൊക്കെ വൈഫിന്റെ കുറെ സപ്പോർട്ടുണ്ട്. പ്രോഡക്റ്റിന്റെ ഇമേജസ് ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഉയർന്ന തൊഴിൽ നേടാനും ബിസിനസ് ചെയ്യുന്നതിനൊക്കെ ഉയർന്ന വിദ്യാഭ്യാസം ഒരു മാനദണ്ഡമാണ് ഇന്നത്തെ എന്ന് എല്ലാവർക്കും ഒരു ധാരണയുണ്ട്. വലിയ വിദ്യാഭ്യാസം ഒന്നും ഇല്ല എന്ന് നിങ്ങൾ പറയുമ്പോഴും എങ്ങനെയാണ് ഇതിന്റെ ഒരു തുടക്കത്തിലുള്ള സ്ട്രഗിൾസ് ഒക്കെ നിങ്ങൾ ഓവർകം ചെയ്തത്? അപ്പം മാർക്കറ്റിംഗ് ആണെങ്കിലും ഇതിന്റെ കെമിക്കൽ മിക്സിംഗ് ആണെങ്കിലും എല്ലായിടത്തും ഓരോ പ്രശ്നങ്ങളും നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. നമുക്ക് ആംബിഷൻ മനസ്സിലുണ്ടെങ്കിൽ, മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് എത്താൻ പറ്റും. ആർക്കും എന്താ എല്ലാവരും നിങ്ങൾ സ്വപ്നം കാണാൻ പറഞ്ഞില്ല. അതേമാതിരി നമുക്ക് മനസ്സിൽ എനിക്ക് എന്റെ ബിസിനസ് ഇന്നത്തെ എത്തിക്കണം എന്ന് പറഞ്ഞ് ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ. അപ്പൊ അതിന് വേറെ വിദ്യാഭ്യാസവും അതുമായിട്ട് ബന്ധമില്ല. വിദ്യാഭ്യാസം ഇനിയുള്ള കാലങ്ങളിൽ വിദ്യാഭ്യാസം വേണം, ഇല്ല എന്നല്ല. നമ്മുടെ ആ കാലഘട്ടങ്ങളിൽ നമുക്ക് ചെയ്ത് കൊണ്ടുവരാൻ പറ്റി. നമുക്ക് വിലയ്ക്ക് വാങ്ങാൻ ആളെ കിട്ടുമല്ലോ, വിദ്യാഭ്യാസമുള്ളവരെ ജോലിക്ക് കിട്ടുമല്ലോ. നമുക്ക് ഇവിടെ നല്ലൊരു മാർക്കറ്റിംഗ് ടീമും എല്ലാം ഉണ്ട്. നമുക്ക് നല്ല ക്വാളിഫൈഡ് സ്റ്റാഫുകളുണ്ട്. നമുക്ക് അതിന്റെ ലാബ് സംവിധാനമുണ്ട്, ചെയ്യാനായിട്ട് ടെക്നീഷ്യൻ സപ്പോർട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് അത് ക്ലിയർ ചെയ്യിപ്പിക്കും. അപ്പം നമുക്ക് മനസ്സിനകത്ത് ആത്മാർത്ഥം ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിൽ എത്താലോ. അതുപോലെ മാർക്കറ്റിലുള്ള ലീഡിംഗ് ബ്രാൻഡ്സ്, ഇപ്പൊ കംഫർട്ട്, വിം, അങ്ങനെയൊക്കെ ഉള്ള ജ്യോതി ലാബോറട്ടറീസിനൊക്കെ ഒത്തിരി പ്രോഡക്ട്സ് മാർക്കറ്റിലുണ്ട്. ഹാൻഡ് സാനിറ്റൈസർ, ഡിറ്റർജന്റ്, ലിക്വിഡ്, അങ്ങനെയുള്ളത്. അപ്പൊ അത്തരം പ്രോഡക്ട്സ് എല്ലാത്തിന്റെ ആ ഒരു പ്രോഡക്റ്റ് റേഞ്ച് ഫുള്ള് നമ്മൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? അത് എങ്ങനെയാണ് നിങ്ങൾ മാർക്കറ്റിലോട്ട് സപ്ലൈ ചെയ്യുന്നത്? നമുക്ക് ഈക്വലന്റ്, ഏത് ഒരു പ്രോഡക്റ്റിന്റെ ഈക്വലന്റ് ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റ് ചെയ്യാൻ പറ്റും. മാർക്കറ്റിൽ ലീഡിംഗ് ബ്രാൻഡ്സ് എല്ലാം നമ്മൾ ഈക്വലന്റ് ഇറക്കിയിട്ടുണ്ട്. ഒരു കംഫർട്ടാണ് വേണമെങ്കിൽ നമ്മളിൽ അതിന് ബദൽ കംഫർട്ട് ഉണ്ടാവും. ഓക്കെ. ഈ മൾട്ടി ബ്രാൻഡുകാരുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും, 1 ലിറ്റർ ബോട്ടിൽ ഉണ്ടാവും, അതിനകത്ത് 750 ml 800 ഉണ്ടാവുള്ളൂ. അപ്പം കസ്റ്റമർ ചീറ്റ് ചെയ്യുന്നതാണ്, അവരറിയില്ല. അവർ പോയി എടുക്കുന്ന 1 ലിറ്റർ എന്നാണ്. നെറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് ആ 1 ലിറ്റർ ബോട്ടിലിൽ 1 ലിറ്ററാണ് സാധനം കൊടുക്കുന്നത്. മെഷർമെന്റ് ആയിരിക്കും, അവരെക്കാളും വിലയും കുറവായിരിക്കും. ക്വാണ്ടിറ്റി ഉണ്ടാവും, അവർക്ക് വിലയും ഉണ്ടാവും. പക്ഷേ there is no compromise in quality. അതെ, നമ്മള് ഓരോ ട്രയൽ കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രോഡക്റ്റ് എടുത്ത് ഉടനെ ചെയ്യുന്നതല്ല. പല ട്രയലും കഴിഞ്ഞിട്ട് ടെസ്റ്റ് പാസ്സായിട്ടാണ് നമ്മൾ വിടുന്നത്. അപ്പൊ അത് കാരണം ഇപ്പൊ വിമ്മിന്റെ ഈക്വലന്റ് പ്രോഡക്റ്റ് നമുക്കുണ്ട്. അതർ ടൈഡോ അങ്ങനത്തെ ഡിറ്റർജന്റ് ലിക്വിഡ് ഈക്വൽ തന്നെ അതിനുണ്ട്. ഹാൻഡ് വാഷ്, നമ്മളെ ഈ സാനിറ്റൈസർ നമുക്കുണ്ട്. ഡിറ്റർജന്റ് ലിക്വിഡ് അല്ലാതെ ഈ ടൈഡ് പോലത്തെ വാഷിംഗ് പൗഡർ ഉണ്ട്. അതായത് ബ്രാൻഡിലാണ് ഇറങ്ങിയത്? നമ്മുടെ ഓൺ ബ്രാൻഡിൽ തന്നെയാണ് ഇറങ്ങുന്നത്. സ്റ്റാർ ഹസി ബ്രാൻഡ്, ഹസി വാഷിംഗ് പൗഡർ. അതിന്റെ ഒരു വോളിയം അക്സെപ്റ്റൻസ് മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ഉള്ള പ്രോഡക്റ്റ്. നമ്മളെ ഔട്ട്ലെറ്റ് നല്ല സെയിലുണ്ട്, പുറത്തും ഇതുപോലെ ഓർഡർ ഉണ്ട്, എടുത്ത് ചെയ്യുന്നവരുണ്ട്, കൊണ്ട് ഫീൽഡിൽ പോകുന്നത്. എല്ലാവർക്കും അത് നമ്മുടെ ബ്രാൻഡിൽ തന്നെ കൊടുക്കുന്നു. നമ്മുടെ ബ്രാൻഡിൽ തന്നെ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ ബ്രാൻഡ് ചോദിച്ചാൽ നമ്മൾ നിങ്ങൾ ചെയ്തു തരും. ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് ബ്രാൻഡ്, നിങ്ങളുടെ ബ്രാൻഡ് പറയാണ് എനിക്ക് എന്റെ ഇതിൽ ചെയ്യാനാണ് താല്പര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് ചെയ്തു തരും. അപ്പൊ അതിന് നമ്മൾ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ബിസിനസ്സാണ് ആവശ്യം. ഞങ്ങളുടെ ചെയ്താലും നമുക്ക് ടോട്ടലി ടേൺ ഓവർ ഇൻക്രീസ് ചെയ്യുക, ബിസിനസ് ഡെവലപ്പ് ചെയ്യുക. അപ്പൊ നമുക്ക് വരുന്ന കസ്റ്റമർ അനുസരിച്ചാണ് നമ്മുടെ വളർച്ചയായി. നല്ലൊരു കസ്റ്റമർ ആണെങ്കിൽ നമ്മളും അതുപോലെ ബൂമാവും. ആ ഒരു എക്സ്പീരിയൻസ് ആണ് അതർ കമ്പനി, നമ്മളെ മറ്റുള്ള കമ്പനി നമ്മളെ ചൂസ് ചെയ്യും.
ഇന്ന പ്രോഡക്റ്റ് തന്നെ വില ചെയ്യുക കൊള്ളാം നമുക്ക് നമ്മുടെ തരും. നമുക്ക് there is no limitation. ഏത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. നമ്മൾ അതാണ് നല്ല ക്വാളിറ്റിയിലും കറക്റ്റ് ക്വാണ്ടിറ്റിയിലും വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ട് കൊടുക്കാൻ പറ്റും. നിങ്ങൾക്കൊരു പ്രൈസ് ഉണ്ടാവും, നിങ്ങൾ പറഞ്ഞ റേറ്റ് ഞങ്ങൾ മാച്ച് ചെയ്ത് തരും. എന്നിട്ട് നിങ്ങൾക്ക് അതിൽ തൃപ്തിയാണെങ്കിൽ മാത്രമേ അത് നമ്മൾ വർക്ക് എടുക്കൂ. നിങ്ങൾ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിൽ നമ്മളത് ചെയ്തു തരും. അപ്പൊ നമ്മളൊരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് വെച്ച് കംപ്ലൈന്റ് ആയി തിരിച്ചു എടുക്കുന്നേക്കാളും ചെയ്യാതിരിക്കുന്നല്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഈ ഫീൽഡിൽ നമുക്ക് എക്സ്പീരിയൻസ് ആണ്, വേറെ ഒന്നുമില്ല. നമ്മൾ അങ്ങ് പഠിച്ചിട്ടൊന്നും അല്ല, നമ്മുടെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ട്. 10-30 വർഷത്തെ എക്സ്പീരിയൻസ് ഈ ഫീൽഡിൽ നമുക്ക് ഉള്ളത് കൊണ്ടാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. പക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ഫീൽഡുമാണിത്, ഏറ്റവും കൂടുതൽ ആൾ തിരിച്ചു പോകുന്ന ഫീൽഡുമാണ്. മതിയാക്കി പോവുകയും ഏറ്റവും കൂടുതൽ ആളുകൾ തിരിച്ചു പോവുകയും ചെയ്യും. അത് നമ്മൾ ഇവിടെ ഒരുപാട് എന്റർപ്രണർ ഇവിടെ വരാറുണ്ട്. അപ്പോൾ അവർക്ക് അഡ്വൈസ് ചോദിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, നെഗറ്റീവ് പോസിറ്റീവ് പറയാറുണ്ട്. പിന്നെ എന്ത് ചെയ്താലും നമ്മൾ ഡെപ്തിൽ പോയി ചെയ്യുക, എങ്കിലേ വിജയിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവർ പറയുകയാണെങ്കിൽ ഇപ്പോൾ 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞാൽ ഉടനെ അവൻ നോക്കുന്നത് എനിക്ക് എന്ത് കിട്ടി എന്ന് നോക്കുള്ളൂ. ഒന്നും കിട്ടൂല. ഈ 10 ലക്ഷവും പോക്കാണ്, വീണ്ടും 10 ലക്ഷം ഇടേണ്ടി വരും. അങ്ങനെ പല 10 ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം എന്താ, അവൻ ഒരു തുടങ്ങി വെച്ച് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാ ഇടയ്ക്ക് വെച്ചിട്ടിട്ട് പോകും. അപ്പൊ ആ പൈസ ഈ ഒരു ബിസിനസ്സിൽ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്തെങ്കിലും സെറ്റ് ബാക്സ്, ഫെയിലിയേഴ്സ്, നമ്മൾക്ക് തകർച്ച അങ്ങനെ എന്തെങ്കിലുമൊക്കെ എപ്പോഴും ഉണ്ടായിരുന്നു? ഉണ്ടാവും. നമ്മളെ കസ്റ്റമർ ഈ എന്താ പറയാ ക്രെഡിറ്റ് വാങ്ങിച്ചിട്ട് ചീറ്റ് ചെയ്യുന്ന പരിപാടി ഉണ്ടാവും. പേയ്മെന്റ് തരാതിരിക്കാൻ വലിയ എമൗണ്ട് ഒക്കെ അങ്ങനെ ചീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ട്. നമുക്ക് അതാണ് ഏറ്റവും വലിയ പ്രശ്നം. സാധനം വാങ്ങിച്ച പൈസ തരത്തില്ല. അപ്പൊ അത് ഇങ്ങനെ നമ്മളെ പിന്നാലെ പോകും, നമുക്ക് നമ്മളെ ബയ്യർ കൊടുക്കാൻ പറ്റാതെ വരും. അത് ഇങ്ങനെ ഓരോ വർഷവും ആരെങ്കിലും ഒക്കെ ഇടയ്ക്ക് പണി തരും. ഇതിന്റെ ഈ ഒരു വളർച്ചയ്ക്ക് ഗവൺമെന്റിന്റെ എന്തെങ്കിലും സപ്പോർട്ട്? അങ്ങനെ എന്റർപ്രണർക്ക് ഉള്ള സപ്പോർട്ട് നമുക്ക് അങ്ങനെ ഒന്നും വലുതായിട്ടൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. നമ്മള് ഇതായിട്ട് തന്നെയാണ് സ്വാശ്രയമാണ്. അതെ, നമുക്കങ്ങനെ ആനുകൂല്യം അങ്ങനെ ഒന്നും നമുക്ക് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഗവൺമെന്റിൽ നിന്നോ അല്ല മറ്റുള്ള ഏജൻസികളോ അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല. അതെല്ലാം നമ്മളെ സ്വയം പ്രയത്നം കൊണ്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സപ്പോർട്ട് നമ്മള്, അതായത് ഒരു കാര്യത്തിന് ചെന്ന് അത് അറിയുന്ന ആൾക്കാരവിടെ കുറവാണ്. ഈ നമ്മളെ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് ആയാലും നമുക്ക് ആവശ്യമുള്ളത് ചെന്നാൽ അവർക്ക് അറിയാം, അവർക്കൊരു മിനിമം ഒരു റെഗുലേഷനെ അറിയാം. അല്ലാതെ എന്തെങ്കിലും ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറഞ്ഞുതരാം. നമുക്കിപ്പോൾ എക്സ്പോർട്ട് ചെയ്യണം, ഒരു പേപ്പർ എടുത്തു തരണം, അല്ലെങ്കിൽ എക്സ്പോർട്ടിന് ഒരു സപ്പോർട്ടിങ് കിട്ടണം, അതൊന്നും നമുക്ക് കിട്ടാറില്ല. നമ്മളെല്ലാം പുറം ഏജൻസി കൊടുത്താണ് ചെയ്യിക്കേണ്ടത്. അങ്ങനെ ഒരു ഗൈഡ് ലൈൻ കൂടെ നമുക്ക് ഈ കിട്ടിയിട്ടുണ്ട്. ഇന്ന പ്രോഡക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഗവൺമെന്റ് ഇന്ന സെക്ഷനിൽ ആളുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവയർനെസ് നമുക്ക് കിട്ടാറില്ല. അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴും നമുക്ക് ഇനി ഹാർബറൊക്കെ വരാൻ പോവുകയാണ്. ഭയങ്കര സ്കോപ്പാണ് എക്സ്പോർട്ട് ചെയ്യാനൊക്കെ. എന്ന് വെച്ചാൽ ട്രാവലിംഗ് ടൈം കുറവാണ്, നമുക്ക് കണ്ടെയ്നർ റേറ്റ് കുറവായിരിക്കും, കൊണ്ടുവരാനും കൊണ്ടുപോകാനൊക്കെ നമുക്ക് ഒരുപാട് ചാൻസ് ഉണ്ട്. ഇപ്പൊ തന്നെ നമ്മള് മലേഷ്യ അതെ, അപ്പൊ മലേഷ്യ മാർക്കറ്റിലൊക്കെ പറഞ്ഞാൽ ചൈനയുടെ മാർക്കറ്റാണ്, വിയറ്റ്നാമിന്റെ മാർക്കറ്റാണ്. അപ്പൊ അതിനേക്കാളും കുറച്ച് കൊടുത്താൽ മാത്രമേ നമുക്ക് അവിടെ എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്. ചെറിയ മാർജിൻ ഒക്കെ വളരെ ചെറുതാണ്. ബിസിനസ് കൂടും, ഓരോ ഇയറും ബിസിനസ് കൂടുന്നതിന് മാർജിൻ കുറഞ്ഞു വരും. കോമ്പറ്റീഷൻ ആണ്, എല്ലാവരും കിട്ടാൻ വേണ്ടി ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം ബിസിനസ് മത്സരമാണ്, നല്ലൊരു മത്സര ഫീൽഡായി മാറി. ഇപ്പൊ പെട്ടെന്ന് ഒന്നും ചെയ്യാൻ പോകാനും പറ്റില്ല. ഭയങ്കര ടൈറ്റ് സ്റ്റഡി ചെയ്തിട്ട് ഇനി എടുക്കുന്ന എന്ത് ബിസിനസ്സും വളരെ സ്റ്റഡി ചെയ്തിട്ടേ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചിരുന്ന താങ്കൾക്ക് ജാക്ക് ന്യൂസിന്റെ ബിസിനസ് പങ്ക്തിയിൽ നിന്നും ആശംസകൾ നേരുന്നു. താങ്ക് യു. എന്തായാലും നിങ്ങളോട് വന്ന് നമ്മളോട് ഒരു ഇന്റർവ്യൂ ചെയ്യുകയും സാക് ടീമിന് എന്റെ നന്ദി അറിയിക്കുന്നു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.